ഞാൻ നിഷ രാജൻ, ആൽമൻട്രയുടെ ഫൗണ്ടറാണ്. എനിക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് വന്നിരുന്ന ടോപ്പിക് നമ്മൾ ഹൈഡ്രാ ഫേഷ്യൽ മുമ്പ് ചെയ്തിരിക്കുന്നതാണ്. ഹൈഡ്രാ ഫേഷ്യലിൻ്റെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. ഡൗട്ടെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള പ്രശ്നം ഈ സ്കിന്നിൻ്റെ ഓരോ പിമ്പിളുള്ള സ്കിന്നിന് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്രയും ഡ്രൈ ആണ്, എൻ്റെ സ്കിന്നിൽ സെൻസിറ്റീവാണ്, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറേ ഡൗട്ടുകളാണ് ഒത്തിരി പേര് വിളിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്കിന്നുകൾക്കും ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പ്രോഡക്റ്റുകൾ, അതാണ് മെയിനായിട്ട്. ഹൈഡ്രാ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓരോ പ്രോഡക്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലാണ് കാര്യമായിട്ടുള്ളത്. ഒരേ പ്രോഡക്റ്റ് ഇട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഓരോ സ്കിന്നിന് വേണ്ട പ്രോഡക്റ്റുകൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല, ഒരു പ്രശ്നമില്ല. ഹൈഡ്രാ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇപ്പോൾ ആക്നെ ലൈവായിട്ടുള്ള പിമ്പിൾസ് ഉള്ളവർക്ക് ഒഴിച്ച് ബാക്കി എല്ലാ സ്കിന്നുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് ഹൈഡ്രാ. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈഡ്രയുടെ മെറ്റാലിക് ഇംപ്ലാന്റ് ചെയ്താൽ പല്ലിൻ്റെ കെട്ടിയത് അല്ലെങ്കിൽ പല്ല് അടച്ചത് മെറ്റാലിക്കായിട്ടുള്ള ഫീലിംഗ് ഉള്ളത്, അങ്ങനെയൊന്നും നമുക്ക് ഹൈഡ്രാ ചെയ്യാൻ അറിയില്ല. ഇപ്പം ചെറിയൊരു ഇതൊക്കെ ഉള്ളതെന്നാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ മാത്രമൊക്കെ വെച്ചിട്ട്, അല്ലാതെ നമ്മൾ ആ ഒരു മെറ്റാലിക് ബോഡിയിൽ ടച്ചുള്ളത് ചെയ്യാൻ പാടില്ല എന്നാണ് ഫേസിൽ പറയുന്നത്. ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഈ മെറ്റാലിക് ഇപ്പോൾ എന്തെങ്കിലും ഞാനും കുറേ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ആളുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാത്തിനെയും പറ്റിയിട്ട് നോളജ് ഉണ്ട്. എല്ലാവരും വീഡിയോയിലും നമ്മളെല്ലാം യൂട്യൂബിലെല്ലാം കണ്ടൊക്കെയാണ് നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ വരുമ്പോൾ ചെയ്യാൻ നേരത്ത് ഞങ്ങൾ അവിടെ മെറ്റൽ മീൻസ് കുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഊരിക്കല്ലല്ലോ ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മുടെ ബോഡിയിൽ മെറ്റാലിക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സെൽസ് എല്ലാം ഏത് ഭാഗത്താണോ, ഇപ്പോൾ കല്ലിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ മൂക്കുത്തിയാണ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള സെൽസ് ഡാമേജ് ആയി പോകും. നമ്മൾ അത്രയും ഹൈ ആയിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസിയും അല്ലെങ്കിൽ അൾട്രാസോണിക് ഒക്കെ യൂസ് ചെയ്യാൻ നേരത്ത് മെറ്റാലിക് ഇരിക്കുന്ന ഭാഗം ഡാമേജ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഹൈഡ്രാ ഫേഷ്യൽ ഇപ്പോൾ ചെയ്യാൻ പോകുമ്പോൾ എവിടെയാണെങ്കിലും നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മെറ്റാലിക് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവാൻ പാടില്ല. അത് മാറ്റണ്ട എന്ന് പറഞ്ഞാലും അതേ പറ്റിയിട്ട് ചോദിച്ചത് റിമൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾക്ക് ഇവിടെ ഡോക്ടറുടെ, അതായത് നോർമലി ഉള്ള ഹൈഡ്രയുണ്ട്, മെഡിക്കൽ ആയിട്ടുള്ള ഹൈഡ്രയും ഒരു ഡോക്ടറുടെ ഹെൽപ്പോടുകൂടി നമുക്ക് ആ ഒരു മെഡിയായിട്ടുള്ള ഫേഷ്യൽ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇപ്പോൾ നമുക്ക് കുഴിയൊക്കെ ഉണ്ട്, ഫേസിൽ നിറയെ കുഴിയാണെന്നുള്ളത് നോർമൽ ഹൈഡ്രയിൽ ഇപ്പോൾ ടാനും അല്ലെങ്കിൽ ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ, വൈറ്റമിനൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മെഡിയായിട്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ചെറിയ സ്കാറുകൾ, കുഴികൾ, ഇപ്പോൾ ആക്നെ വന്നിട്ടുള്ള കുഴികൾ, ചിലരുടെ ഫേസിൽ ഇങ്ങനെ കുഴി പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കുഴികളൊക്കെ കുറച്ച് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് മെഡിയായിട്ടുള്ള ഹൈഡ്രാ ഫേഷ്യൽ, വാമ്പയർ ഫേഷ്യൽസ് അതെല്ലാം ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ അവൈലബിലിറ്റി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ, വാമ്പയർ ഫേഷ്യൽ, മൈക്രോ ബ്ലേഡിങ്, മൈക്രോ നീഡിലിങ്, പിന്നെ PRP, പിന്നെ GSC, അതെല്ലാം നമുക്ക് അവൈലബിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉപയോഗം ശരിക്കും പ്രയോജനപ്പെടുത്താം. എല്ലാവരും കോൾ ചെയ്ത് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ട്, നമുക്കിപ്പോൾ പെരുമ്പാവൂർ ഇല്ല, ആലുവ അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ പോകണം മൈക്രോ ബ്ലേഡിങ്ങിനൊക്കെ. അപ്പോൾ നമ്മൾ അത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തുക വേണ്ടി. അതുപോലെ തന്നെ LED മാസ്ക്, അല്ലെങ്കിൽ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാനായിട്ട് LED മാസ്ക് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും എല്ലാവരും നോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പാക്കൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് LED മാസ്ക് ഒക്കെ വയ്ക്കുന്നത്. നിങ്ങളത് ചെയ്യേണ്ടത്. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് അവരെ പറഞ്ഞിട്ട് അങ്ങനെയല്ലല്ലോ ചെയ്യണമെന്ന് ചോദിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒത്തിരി പേര് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടില്ല. നമുക്ക് LED മാസ്ക് വയ്ക്കുന്നതിൻ്റെ ഒരു പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് മാസ്ക് ഒന്നും ഇടാതെ ഡയറക്റ്റ് സ്കിന്നിലേക്ക് കണ്ണ് മാത്രം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് സ്കിന്നിലേക്ക് അതിൻ്റെ ലൈറ്റ് ചെന്നാലാണ് അതിൻ്റെ
ഗുണം ഫുള്ളായിട്ട് കിട്ടുള്ളൂ. അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി വിശദമായിട്ടൊരു വീഡിയോ, അതായത് PRPനെ പറ്റി എല്ലാം വിശദമായിട്ടൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. അതുവരേക്കും